ഈ ലോകം നിയമത്തിൻ്റെയും നീതിയുടെയും മനുഷ്യാവകാശങ്ങളുടെയും വലിയ വാക്കുകളാൽ നിറഞ്ഞതാണ്. പക്ഷേ ഈ വാക്കുകൾക്ക് പിന്നിൽ നമ്മൾ കാണാതെ പോയ ഒരു ഇരുണ്ട ലോകമുണ്ടായിരുന്നു. അധികാരം, പണം, സ്വാധീനം. ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് ചേർന്നാൽ നിയമം പോലും നിശബ്ദമാകുന്ന ഒരു ലോകം. ആ ലോകത്തിൻ്റെ നടുവിലാണ് ഒരു പേര്, ജെഫ്രി എപ്സ്റ്റീൻ. അദ്ദേഹം ഒരു പ്രസിഡന്റ് ആയിരുന്നില്ല, ഒരു രാജാവായിരുന്നില്ല, ഒരു ഔദ്യോഗിക അധികാരസ്ഥാനവും അദ്ദേഹത്തിനില്ലായിരുന്നു. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്തു, അദ്ദേഹത്തിൻ്റെ ക്ഷണം നിരസിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ശക്തി പദവിയിൽ നിന്നല്ല, ബന്ധങ്ങളിൽ നിന്നായിരുന്നു. 1953 ന്യൂയോർക്ക്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി. ആ കുട്ടി ഒരു ദിവസം ലോകത്തെ നടുക്കുന്ന ഒരു രഹസ്യത്തിന്റെ കേന്ദ്രമായി മാറുമെന്ന് ആർക്കെങ്കിലും ഊഹിക്കാമായിരുന്നോ? അധ്യാപകൻ, ഫിനാൻഷ്യൽ ഉപദേശകൻ, രഹസ്യ കോടീശ്വരൻ. എപ്സ്റ്റീന്റെ ജീവിതം എപ്പോഴും ചോദ്യങ്ങളാൽ നിറഞ്ഞതായിരുന്നു. പക്ഷേ അവ ചോദ്യങ്ങൾ ആരും തുറന്നു ചോദിച്ചില്ല. US വെർജിൻ ഐലൻഡ്സിൽ കടലിന്റെ നടുവിൽ ഒരു സ്വകാര്യ ദ്വീപ്, ലിറ്റിൽ സെയിന്റ് ജെയിംസ്. പുറമേ നോക്കുമ്പോൾ ഒരു സ്വർഗം. പക്ഷേ അടച്ച വാതിലുകൾക്കുള്ളിൽ സംഭവിച്ചത് സ്വർഗമല്ലായിരുന്നു. ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ടവർ പ്രശസ്തരല്ല. അവർക്ക് പേരുപോലും പത്രങ്ങളിൽ വന്നില്ല. അവർ ഇരകളാണ്. സാമ്പത്തികമായി ദുർബലർ, സാമൂഹികമായി ഒറ്റപ്പെട്ടവർ. സഹായ വാഗ്ദാനങ്ങൾ, ജോലി വാഗ്ദാനങ്ങൾ, വിദ്യാഭ്യാസം, ഭാവി. വാക്കുകൾ മധുരമായിരുന്നു, പക്ഷേ അവയുടെ പിന്നിൽ ഭയമുണ്ടായിരുന്നു, നിയന്ത്രണമുണ്ടായിരുന്നു, മൗനമുണ്ടായിരുന്നു. ഞങ്ങൾ സംസാരിച്ചാൽ ആരും വിശ്വസിക്കില്ല. ഇതാണ് പല ഇരകളും വർഷങ്ങളോളം സ്വയം പറഞ്ഞത്. 2008 അമേരിക്കൻ നിയമചരിത്രത്തിലെ ഏറ്റവും വിവാദകരമായ ഒരു വർഷം. കുറ്റാരോപണങ്ങൾ, തെളിവുകൾ, സാക്ഷ്യങ്ങൾ, എന്നിട്ടും ശിക്ഷ അതീവ ലഘു. അധികാരം നിയമത്തെ മറികടന്ന ഒരു നിമിഷം. ഈ സമയം ഒരു ചോദ്യം മുഴങ്ങി തുടങ്ങി. നിയമം എല്ലാവർക്കും ഒരുപോലെയാണോ? മാധ്യമങ്ങൾ മൗനം പാലിച്ചു. ചില ശബ്ദങ്ങൾ ഉയരാൻ ശ്രമിച്ചു, പക്ഷേ അവ ശബ്ദങ്ങൾ അമർത്തപ്പെട്ടു. കാരണം ഈ കഥയിൽ പേരുകളുണ്ടായിരുന്നു, വളരെ ശക്തമായ പേരുകൾ. 2019 വീണ്ടും അറസ്റ്റ്. ലോകം പ്രതീക്ഷിച്ചു, ഇനി സത്യം പുറത്തുവരും, ഇനി മറവികൾ പൊളിയും. എന്നാൽ സത്യം ജയിലിന്റെ മതിലുകൾക്കുള്ളിൽ അടച്ചു. ഒരു രാവിലെ ജെഫ്രി എപ്സ്റ്റീൻ മരിച്ച നിലയിൽ. ഔദ്യോഗിക വിശദീകരണം, ആത്മഹത്യ. പക്ഷേ ക്യാമറകൾ പ്രവർത്തിച്ചില്ല, കാവൽക്കാർ ശ്രദ്ധിച്ചില്ല, സുരക്ഷാ നടപടികൾ തകരാറിലായി. അപകടമോ അശ്രദ്ധയോ അതോ മറച്ചുവെച്ചതോ? ഈ ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. പിന്നീട് ഒരു പേര് കൂടി പുറത്തു വന്നു, ഗിസ്ലെയ്ൻ മാക്സ്വെൽ. അന്വേഷണങ്ങൾ ഒരു നെറ്റ്വർക്കിനെ വെളിച്ചത്തിലാക്കി, പക്ഷേ അത് പൂർണ്ണ ചിത്രം അല്ലായിരുന്നു. ഇന്നും അനവധി രേഖകൾ അടച്ചുവെച്ചിരിക്കുന്നു, അനവധി സത്യങ്ങൾ നിശബ്ദത്തിലാണ്. ഈ കഥ ഒരു മനുഷ്യന്റെ അവസാനം മാത്രമല്ല, ഇതൊരു സമൂഹത്തിന്റെ പരീക്ഷണമാണ്. നാം ഇരകളുടെ ശബ്ദം കേൾക്കുമോ? അധികാരത്തെ ചോദ്യം ചെയ്യുമോ? അല്ലെങ്കിൽ മറവിയിൽ മറയാൻ വീണ്ടും അനുവദിക്കുമോ? ജെഫ്രി എപ്സ്റ്റീൻ ഒരു പേര് മാത്രമല്ല, അത് അധികാരവും നിയമവും കൂട്ടുകെട്ടാകുമ്പോൾ സത്യം എങ്ങനെ മരിക്കുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്.